Hi, hello, assalamu alaikum and welcome back to yet another beautiful episode of Being Blue. So in the video, I'm shooting exactly from my hotel room in Thailand. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് തന്നെ ഇത് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ മൂഡ് ഉണ്ടാവില്ല, ചിലപ്പോൾ എനർജി ഉണ്ടാവില്ല, ചിലപ്പോൾ സാധനങ്ങൾ ഓരോ സ്ഥലത്തായിരിക്കും. സോ ഐ തോട്ട് ലൈക്ക് ഇന്ന് തന്നെ ചെയ്യാം. സോ ദിസ് ഇസ് ഓൾ വാട്ട് ഐ ബോട്ട് ഇൻ Thailand. തായ്ലൻഡിൽ ഷോപ്പിങ്ങിന് പോയപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ലോട്ട് ഓഫ് ബാഗ്സ്, ഒരുപാട് ബാഗ്സ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ എന്താണ് തീറ്റി അടിക്കണേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബിക്കോസ് സെമി ജസ്റ്റ് പുറത്തു പോയി, മേ ബി അതായിരിക്കും, ഐ ഡോണ്ട് നോ, ലെറ്റ് മീ ചെക്ക്. അപ്പോൾ ആൾ ഡോർ അടയ്ക്കാതെ പോയതുകൊണ്ട് വന്ന സൗണ്ടാണ് കേട്ടോ. അപ്പം എന്തായാലും ഇഗ്നോർ മൈ ടയേർഡ് ഫേസ്, കാരണം ഒരുപാട് തിണ്ടി അലഞ്ഞിട്ടൊക്കെ വാങ്ങിച്ച സാധനങ്ങളായതുകൊണ്ട് അത്യാവശ്യം നല്ല ടയേർഡാണ്. അപ്പം നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ പോയി തായ് മസാജൊക്കെ ചെയ്യുന്നുണ്ടായി, ബിക്കോസ് അത് അത്യാവശ്യമാണ്. നമ്മൾ ആ സ്ട്രീറ്റ് കൂടെ ഒക്കെ നടന്ന് കഴിയുമ്പോഴത്തേക്കും കുഴങ്ങും. അപ്പോൾ പിന്നെ ഒരു മസാജൊക്കെ നിർബന്ധം. എന്തായാലും നിങ്ങൾ വ്ളോഗെല്ലാം കാണാം. എനിക്ക് തോന്നുന്നു തായ്ലൻഡിൽ പോയ വിശേഷങ്ങളെല്ലാം അപ്ലോഡ് ചെയ്തിട്ട് ആയിരിക്കുള്ളൂ ഈ ഒരു വീഡിയോ ഇടുന്നുണ്ടാവുക. അപ്പം ആ ഒരു വീഡിയോസൊക്കെ എന്തായാലും പോയിട്ട് കാണുക. സോ ലൈറ്റിങ്ങും എനിക്ക് തോന്നുന്നു കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും, കാരണം എൻ്റെ അടുത്ത് ഇവിടെ റിംഗ് ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല, റൂമിൽ ലൈറ്റാണ്. സോ എന്തായാലും ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്താണ് വാങ്ങിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പിന്നെ ഓരോ ആവശ്യമില്ലാത്ത സാധനങ്ങൾ, ബോർഡിംഗ് പാസ് അത് ഇരിക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ കൈ കിട്ടിയൊരു ഷോപ്പർ കാണിച്ചു തരാം. ഇതൊരു ഡ്രസ്സാണ്. ഇതെനിക്ക് തോന്നുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, ഇമാജിനേഷനിൽ നമുക്ക് തോന്നുമല്ലോ നല്ല രസമുണ്ടാവും, അങ്ങനെ വാങ്ങിച്ചൊരു ഡ്രസ്സാണ്. ഇട്ട് നോക്കിയിട്ടില്ല, കാരണം അവിടെ ട്രയലൊന്നും അലൗഡ് അല്ല. നമ്മളിങ്ങനെ കാണുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതല്ലേ, അപ്പോൾ ട്രയൽ റൂമൊന്നുമില്ല, നമ്മൾ എടുത്ത് പോരുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെ എടുത്ത് പോകുന്നൊരു ഡ്രസ്സാണ്. എനിക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ആക്ച്വലി ഇതൊന്ന് ഇട്ട് നോക്കാൻ വേണ്ടി. ഇതൊരു ലോങ് ഡ്രസ്സാണ് കേട്ടോ, ഒരു ബോഡി ഹഗിങ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഷോയും ഇങ്ങനൊരു ടീഷർട്ട് ഗൗൺ പോലെയുള്ള ഫുള്ളി ഈ ഒരു ഗൗണാണ്. ഇങ്ങനെ താഴെ ഭാഗം ഒരു ചെറിയ സ്ലിറ്റൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ബീച്ച് വെയറിനൊക്കെ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സ്. ഇതിങ്ങനെ നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ, അപ്പം ഞാൻ അതിൻ്റെ മേലേക്ക് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഒരു ഷർട്ട് പോലത്തെ സംഭവമാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. എൻ്റെ ഒരു ഇമാജിനേഷനിൽ സംഗതി അടിപൊളിയാണ്. ഇത് നമ്മൾ ഓപ്പൺ ആക്കി, ബട്ടൺസ് ഓപ്പൺ ആക്കിയിട്ടിട്ട് അതിൻ്റെ അടിയിൽ നമ്മൾ ഇത് കൊടുക്കും. പിന്നെ ഇതിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചൊരു സ്ട്രോ ബാഗൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഡ്രസ്സായിരിക്കും. എനിക്കറിയില്ല നിങ്ങൾക്ക് ഇത് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സ് എന്നുള്ളത്. എനിവേസ് ഞാൻ ഇട്ടിട്ടുള്ള എന്തെങ്കിലും പിക്ക് ഉണ്ടെങ്കിൽ ഞാൻ സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റത്തെ സാധനം വാങ്ങിച്ചിട്ടുള്ളതിൽ. പിന്നെ കുറേ കണ്ടമാനം ക്യൂട്ട് സാധനങ്ങൾ. നമുക്ക് ഈ തായ്ലൻഡ് ഭാഗത്തേക്കാണല്ലോ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതൽ കിട്ടുക. അപ്പോൾ നമ്മൾ ഈ പിൻട്രസ്റ്റിലൊക്കെ കണ്ട് സെവേന, ആമസോൺ പോലുള്ള സൈറ്റ്സിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പ്രൈസൊക്കെ എത്രയോ ഡബിളാണ്. അതിൻ്റെയൊക്കെ പകുതിയുടെ പകുതി ഇവിടെയുള്ളൂ. എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ഇന്ത്യനേക്കാളും കേരളത്തിൽ കൊടുക്കുന്ന പൈസനേക്കാൾ എത്രയോ കുറവാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. കാരണം ഞാൻ ഫോൺ ജാമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായി, അതെനിക്ക് ആക്ച്വലി കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. അതിനൊക്കെ ഞാൻ 20, ഇവിടെ ബഹത്ത് എന്നാണ് പറയുക കേട്ടോ, BAHT, തായ്ലൻഡ് ബഹത്ത് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ 20 ബഹത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഫോൺ ചാമൊക്കെ കിട്ടും. നമ്മളത് അവിടെ നാട്ടിൽ പോയിട്ടൊരു 500, 550 മേടിക്കുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മുടെ നാട്ടിലേക്കാളും ചീപ്പാണ് ഇവിടെ എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ എവിടെ പോയാലും ലൈക്ക് ഇപ്പം കൺട്രീസ് ടു കൺട്രീസ് ട്രാവൽ ചെയ്യുമ്പം ഞാൻ ഇപ്പം കളക്ട് ചെയ്യുന്നൊരു സാധനമാണ് ഈ സോവനീർ പോലത്തെ, അവിടുത്തെ കൺട്രിയുടെ സോവനീർ. നമുക്ക് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആയിട്ടൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം, അങ്ങനത്തെ ഒരു സാധനം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും വാങ്ങിക്കാറുണ്ട്. ഞാൻ ദുബായി പോയപ്പോൾ മാത്രമാണ് മേടിക്കാൻ, പിന്നെ അങ്ങോട്ട് തന്നെ പോകാനുള്ള ആളായതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് മേടിക്കാനാണ്. പിന്നെ ഞാൻ കണ്ടതുമില്ല അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവിടെ പോയപ്പോൾ. അപ്പോൾ അതുണ്ട് കേട്ടോ. പിന്നെ മേടിച്ചത് എന്താണ്, ക്ലാസിക് ഒരു ആക്സസറീസിൽ വരുന്നൊരു സംഗതിയാണ് കേട്ടോ, ഈ ഒരു ബ്രേസ്ലെറ്റ് പോലെ. ഞാനിങ്ങനെ ഹാങ്ങിങ്സ് ഒരുപാട് യൂസ് ചെയ്യുന്ന ആളായതുകൊണ്ട് സെമിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് വാങ്ങി തന്നെ ഈ ഒരു സാധനം. ഇതിന്മേൽ എന്താണ് ഒരു ഫ്ലവർ, ഞാൻ എന്തായാലും പൊട്ടിച്ചു നോക്കട്ടെ. ഇങ്ങനെ ഒരു ഹാങ്ങിങ് സംഭവമാണ്, ഒരു ബാങ്കിൾ പോലത്തെ ഒരു സാധനം.
ഇപ്പോൾ ലൈറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഭംഗി കറക്റ്റ് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഇറ്റ്സ് ആക്ച്വലി സോ പ്രിറ്റി. ഇതിൻ്റെ സ്റ്റോൺസ് വന്നിട്ടൊരു നേവി ബ്ലൂ ഗ്രേയിഷ് അങ്ങനെ ഒരു കൈൻഡ് ഓഫ് സംഭവമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. സെമിയുടെ ഉമ്മയ്ക്കൊരു ഷോളാണ് വാങ്ങിച്ചത്. ഷോളാണ് നമുക്കിത് എന്താ പറയുക, കോട്ടായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്. കാരണം ഇതിന് ബട്ടൺസ് ഉണ്ട്, കണ്ടോ? ഇങ്ങനെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഷോളായിട്ടും നമുക്കിതൊരു കോട്ട് പോലെ ടോപ്പിൻ്റെ ഒക്കെ മേലെ കൂടെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നല്ലൊരു പ്രിൻ്റ് ആയിട്ടുള്ളൊരു സംഭവം. നല്ല ഇഷ്ടമായി. ഈ കളർ നല്ല ഇഷ്ടമായിട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പം അതുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വാങ്ങിയത് എന്താണ്, പിന്നെ ഇങ്ങനെ ഒരു ബാഗിൽ ഐ ലവ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞ ബാഗിൽ എന്താണെന്ന് നോക്കാം. ഇതിലെന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു മെമ്മറിക്ക് വേണ്ടി നമ്മൾ ഇപ്പോൾ സെമി പറഞ്ഞപ്പോൾ വാങ്ങിച്ചതാണ്. എനിക്ക് ഈ ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്ക് ട്വിന്നിങ് ആയിട്ട് ടീഷർട്ട്സ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ട്വിന്നിങ് വേണ്ട, നമുക്ക് പിന്നീട് റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടീഷർട്ട്സ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആള് ഈ ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ട്. ബാങ്കോക്ക് സിറ്റി എന്ന് എഴുതിയിട്ടുള്ളൊരു ബ്ലാക്ക് ടീഷർട്ട്. രസമുണ്ട്, നമുക്ക് പിന്നീടും ഈ ഷോർട്സിൻ്റെ ഒക്കെ കൂടെ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതുണ്ട്. പിന്നെ വാങ്ങിച്ചത് എനിക്ക് ജീൻസിൻ്റെ ഒക്കെ കൂടെ ഇടാൻ വേണ്ടി ചുമ്മാ ഒരു ഐ ലവ് ബാങ്കോക്ക് തായ്ലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീഷർട്ട് ഇത് വാങ്ങിച്ചിട്ടുണ്ട്. സോ അതുണ്ട്. ആ ബാഗിലുള്ളത് കഴിഞ്ഞു. കുഞ്ഞു ഷോപ്പിംഗ് ആണ്, അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. കാരണം ഓൾറെഡി ഞാൻ വന്നപ്പോൾ ഒരുപാട് സാധനമായിട്ടാണ് വന്നത്. കാരണം എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ കുറച്ച് ഓവർ പാക്ക് ചെയ്യുന്നൊരു സ്വഭാവം ഉള്ളതുകൊണ്ട് അധികം ഒന്ന് തിരിച്ച് വാങ്ങിച്ച് കൊണ്ടുപോകാനുള്ള ഗ്യാപ്പ് ഞാൻ വെക്കില്ല. അപ്പം അത്യാവശ്യം സാധനങ്ങൾ, ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ മാത്രം മേടിച്ചിട്ടുള്ളൂ. പിന്നെ ഇപ്പം നമ്മളെല്ലാവരും ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത ആൾക്കാരാണ് വീട്ടിലുണ്ടായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു സാധനമാണ് ഈ സ്മോൾ ക്ലിപ്പില്ലേ, ആ സാധനം. അപ്പം അത് ഞാനൊരു നീണ്ട വരി തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവം ഒരുപാട് ഡിസൈനിൽ ഫിനുവിനും എനിക്കും ഉമ്മയ്ക്കും എല്ലാവർക്കും കൂടെ വാങ്ങിച്ചതാണ്. ഇതിലെനിക്ക് തോന്നുന്നു ഒരു 1 2 3 4 5 ഡിസൈനിൽ 2 വീതം വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ്, ഞാൻ എവിടെ പോയാലും തപ്പി നടക്കുന്ന ഒരു സാധനമാണ് ഈ സ്ലീപ്പ് വെയർസ് ഉണ്ടല്ലോ, അതായത് പജാമ സെറ്റ്സ് പോലത്തെ സാധനം. അപ്പം അതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചുതരാം. നല്ലൊരു അടിപൊളി പ്രിന്റ്, ഒരുപാട് പ്രിന്റ്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് നമ്മൾ തിരഞ്ഞെടുക്കണം. ചെറിയ പ്രിന്റ് ഉണ്ട്, അങ്ങനെ കുറേ പ്രിന്റ്. പിന്നെ ഒരുപാട് കാലമായിട്ട് ചെറിയ ആയതുകൊണ്ട് ഞാൻ മാറ്റി പിടിച്ചു. ഇപ്രാവശ്യം ഞാൻ വേറൊരു നല്ലൊരു ക്യൂട്ട് പ്രിന്റാണ് വാങ്ങിച്ചത്. കാണിക്കാം. ഈ ഒരു പ്രിന്റിൽ വരുന്ന ഒരു ഫുൾ സ്ലീവ് വരുന്ന പജാമ സെറ്റ് തന്നെ. ഇതിനിങ്ങനെ ഞാനത് ഫുള്ളി തുറന്ന് കാണിക്കണം ഉണ്ടല്ലോ. ഇങ്ങനെ പാൻറ്റും ഇങ്ങനെ ടോപ്പുമായിട്ട് വരുന്ന ഒരു ഹാർട്ട് പ്രിൻ്റാണ്, മെറൂൺ കളറിൽ. നല്ല ഭംഗിയുണ്ട്. ഇതിനൊക്കെ വളരെ വളരെ വില കുറവാണ്. ഇതിനൊക്കെ ഏകദേശം പോയി കഴിഞ്ഞാൽ ഒരു 200 ബാത്ത് ഉള്ളൂ. 200 ബാത്ത് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര ഉണ്ടാവും എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ എന്താണ് മേടിച്ചത്, ഈ ഒരു കവറും കൂടെ കാണിക്കാനുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ വളരെ കുറഞ്ഞ സാധനങ്ങളെ മേടിച്ചിട്ടുള്ളൂ. സോ പിന്നെ ഞാൻ വാങ്ങിച്ചത് വളരെ യൂസ്ഫുൾ ഫോർ എല്ലാ ഗേൾസ്, മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ഗേൾസ് ആണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ചൂടനുസരിച്ച് ഇത് അത്യാവശ്യമാണ്. മെയിൻലി ബ്രൈഡ്സിനൊക്കെ അത്യാവശ്യമാണ് ഈ ഒരു സംഭവം. ഈ ഒരു കുട്ടി ഫാൻ ഉണ്ടല്ലോ, ഈ ഒരു കളർ കോമ്പിനേഷനിൽ ഇത് കറങ്ങുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ നമുക്ക് സെറ്റ് സാധനം, കറണ്ടൊക്കെ പോയി കഴിഞ്ഞ് മേക്കപ്പ് ഇട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം മതി. പക്ഷെ ഇത് ബാറ്ററിയിലാണെന്ന് തോന്നുന്നു, ചാർജൊക്കെ ചെയ്യണം. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. അപ്പം ഈ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടെ ഇത് ഞാൻ ആക്ച്വലി 100 ബാത്തിനാണ് വാങ്ങിച്ചത്. ഇത് ആക്ച്വലി നമ്മൾ ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അങ്ങനത്തെ ഒരു സാധനമുണ്ട്. പിന്നെന്താ, ഇത് ഒരു ബാക്ക് പെയിൻ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു മസാജ് ബാം വാങ്ങിച്ചിട്ടുണ്ട്. ഇതെന്തിനാന്ന് എനിക്കറിയണം, ഇവിടെ സെമി വാങ്ങിച്ചതാണ്. സോ ഐ ഡോണ്ട് നോ, എന്തായാലും ഒരു ഉപകാരമുള്ള സാധനമാണ്. പിന്നെ നമ്മൾ മേടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. ഓക്കെ ഇത്
ഇതാണ് ക്ലോ ക്ലിപ്പാണ്. എനിക്ക് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പെണ്ണുങ്ങളിലെ എല്ലാവരെയും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഹെയറൊക്കെ ഭയങ്കര സ്ട്രെയിറ്റ് ആയിരിക്കും. അപ്പോൾ അവരെങ്ങനെ ക്ലോ ക്ലിപ്പ് കുത്തിയാലും നല്ല ഭംഗിയാണ്. അപ്പം ഇവരുടെയൊക്കെ തലയിൽ കണ്ടൊരു ടൈപ്പ് ക്ലോ ക്ലിപ്പാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇത് ആക്ച്വലി ഒന്നിന് 69 ബഹത്തോ 59 ബഹത്ത് എന്തോ ആണ്. അപ്പോൾ ഞാൻ എന്താക്കി, 2 എണ്ണം എടുക്കുകയാണെങ്കിൽ അവർ 100 റുപ്പീസിന് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എനിക്കും ഫിനുവിനും ഒരുപോലത്തത് വാങ്ങിച്ചു. 2 എണ്ണം ഉണ്ട് കേട്ടോ. സെയിം കണ്ടോ, സെയിം 2 ബ്രോച്ച്. ഞാൻ ഇതിന് ബ്രോച്ച് എന്നൊക്കെ പറയാം. കുറേ പേര് ഇതിന് ക്രാബ് എന്ന് പറയും, ക്ലോ ക്ലിപ്പ് വലുത് എന്നൊക്കെ പറയും. അറിയില്ല, ആ ഒരു സംഗതി ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു സാധനം. കംഫർട്ടബിളാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതുണ്ട്. വീണ തീർന്നു. ഓക്കെ, ഇനി എന്താണ് മേടിച്ചത്? ഈ ഒരു സാധനം ഞാൻ വാങ്ങിച്ചത് ആദ്യം കാണിക്കാം. അപ്പം ഞാൻ മേടിച്ചത് ഈ ഒരു ചാമാണ്. ഓക്കെ, ഇത് ഞാൻ ഫസ്റ്റ് ഡേ കറങ്ങാൻ പോയപ്പോൾ കണ്ടപ്പോൾ പെട്ടെന്ന് ഇഷ്ടമായിട്ട് അങ്ങനെ മേടിച്ചതാണ്. ബിക്കോസ് ഓഫ് ദിസ് ലിറ്റിൽ ഫ്ലവർ ഓൺ ഇറ്റ് ആൻഡ് ഇതിൻ്റെ കളറും. അപ്പോൾ ഇത് മേടിച്ച് ഒരു 20 ബാത്തിനാണ് ഇത് മേടിച്ചത്. അത് മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് അയ്യോ നാട്ടിലുള്ളവർക്കും മേടിക്കായിരുന്നു എന്ന് തോന്നിയത്. പക്ഷേ പിന്നെ നമ്മൾ ആ സ്ഥലത്തേക്ക് പോകാത്തതുകൊണ്ട് എനിക്ക് അതന്നെ വാങ്ങാൻ പറ്റിയില്ല. അപ്പം ഇന്ന് പോയ സ്ഥലത്ത് നിന്ന് വാങ്ങിച്ച 2 ചാംസ് ഞാൻ കാണിച്ചു തരാം. അതും ക്യൂട്ടാണ്. ഇത് ഞാൻ നാട്ടിൽ ഫിനുവിന് കൊടുക്കാനും പിന്നെ വേറൊരാൾക്ക് കൊടുക്കാനും വേണ്ടിയിട്ട് മേടിച്ചതാട്ടോ. ഇങ്ങനൊരു എന്താ പറയുക, ഹലോ കിറ്റി വരുന്നൊരു സംഭവമുണ്ട്. പിന്നെ ഒരു ബോ വരുന്നൊരു ലാവൻഡർ ചാം പോലെ. ഇതൊക്കെ വളരെ ചീപ്പാണ്. ഇത് കുറേ എടുക്കാനൊക്കെ തോന്നും നമുക്ക്. പിന്നെ മോശമല്ലേ, കുറേ ഒന്നും എടുക്കണ്ടല്ലോ. പിന്നെ ഫോണിൽ തൂക്കിയിടാം, നമുക്ക് ബാഗിൽ തൂക്കിയിടാം, എവിടെയാണോ ഇഷ്ടമുള്ളത് അവിടെ തൂക്കിയിടാം. ഓക്കെ, 20 അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ട്. പിന്നെന്താ മേടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കട്ടെ. പിന്നെ കുറേ സെമി വാങ്ങിച്ച സാധനങ്ങളാണ്. ഈ സോവനീർ പ്ലാന്റ് എനിക്ക് മാത്രമല്ല കേട്ടോ, മറ്റാൾക്കും ഉണ്ട്. മറ്റാളിൽ നിന്ന് 2 ഡിഫറെൻറ്റ് വെറൈറ്റി കൈൻഡ് ഓഫ്. ഇനി ആർക്കോ കൊടുക്കാൻ വെച്ചതാണോ എന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ പാക്കറ്റൊന്നും പൊട്ടിക്കുന്നില്ല. ഇങ്ങനൊരു സോവനീർ വാങ്ങിച്ചിട്ടുണ്ട്, തായ്ലൻഡ് എന്നൊക്കെ എഴുതിയിട്ട്. അതുപോലെ തന്നെ വേറൊരു എലഫൻറ്റ് സംഭവം വരുന്ന 2 സോവനീർസ് ഉണ്ട്. രസമുണ്ട് സംഭവം, ഒരു വെറൈറ്റി ഉണ്ട്, അതുണ്ട്. പിന്നെന്താ വാങ്ങിച്ചത് ഞാൻ കാര്യമായിട്ട്? പിന്നെ ഞാൻ റൂമിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഷോർട്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഓരോ പ്രിന്റ് കാണിച്ചിട്ടുണ്ട്. വളരെ ക്യൂട്ട് പ്രിൻ്റാണ്. നമുക്കിതിങ്ങനെ രാത്രിയൊക്കെ കിടക്കുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിൻസ്, അങ്ങനത്തെ ക്യൂട്ട് പ്രിൻസാണ്. ആക്ച്വലി ഇതാണ് ഫ്രണ്ട് കേട്ടോ. ഫ്രീ സൈസാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് സ്ഥാനത്ത് നിന്ന് ഒരുപാട് പ്രിൻസിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്തിട്ട് വാങ്ങിക്കാം. അപ്പം ഇത് 3 എണ്ണത്തിന് എനിക്ക് തോന്നുന്നു ഞാൻ കൊടുത്തത് 400 ബാത്തോ അങ്ങനെ എന്തോ ആണ്. ഇങ്ങനെയുള്ള ലൈൻസ്, എനിക്ക് ലൈൻസും സ്ട്രോബെറി ചെറീസ് ഇങ്ങനെയുള്ള ഗിങ്കം പ്രിൻസ് ഇതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. ഞാൻ എപ്പം പോകുമ്പോഴും അങ്ങനെ നോക്കിയിട്ടാണ് മേടിക്കുക. അപ്പോൾ ഗൈസ് ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ ഒരു ഷോപ്പിംഗ് ഹാൾ, തായ്ലൻഡ് ഷോപ്പിംഗ് ഹാൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തായ്ലൻഡ് വ്ളോഗ്സ് ആരും കണ്ടിട്ടില്ലെങ്കിൽ വേഗം പോയിട്ട് കാണുക. കാരണം അത് ഇൻട്രസ്റ്റിംഗ് വ്ളോഗ്സാണ്. എല്ലാ ഡേയ്സും എനിക്ക് തോന്നുന്നു ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ള ഡേയ്സ് ആയിരുന്നു തായ്ലൻഡ് ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ കമൻസ് വഴി പറയുക. കൂടുതൽ ഹോൾ വീഡിയോസ് വേണമെങ്കിലും അല്ലെങ്കിൽ എന്തിൻ്റെ ഹോൾ വീഡിയോസാണ് വേണ്ടതെന്നൊക്കെ എന്തായാലും കമൻസിൽ ത്രൂ അറിയിക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ. ഐ ഹോപ്പ് യു ആൾ ലൈക്ഡ് ഇറ്റ്. അപ്പം ഇഷ്ടപ്പെട്ട എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ. സീ യു ആൾ ഇൻ ദ വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.